ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി 10 റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ്. അതും റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫർ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേരാണ് ഈ ഒരു ഓഫർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡ് റോസാണ്. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് റോസാണ് കേട്ടോ. നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ പ്രതീകമായ വൈറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ക്രീപ്പർ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റെഡ് കളർ അതിൻ്റെ കൂടെ വേണ്ടേ. അപ്പോൾ റെഡ് പിനാക്കിയ റോസാണ് കോംബോയിൽ അടുത്തതായിട്ടുള്ളത് കേട്ടോ. ഈ കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് എല്ലാം ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒത്തിരി വലിപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമില്ല. തീരെ ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ചെറുതുമല്ല. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് പിനാക്കിയ പൂക്കളുടെ റോസാ പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയ റോസാണിത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ റോസാണ്. നല്ല സ്മെല്ലുള്ള പനിനീർ റോസ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു കോംബോയ്ക്കകത്ത് എല്ലാ ടൈപ്പ് കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. റെഡ്, വൈറ്റ്, പിങ്ക്, മജന്ത അങ്ങനെ വരുന്ന കളേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി ഓഫറാണ് കേട്ടോ. പനിനീർ റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല സ്മെല്ലുള്ള ഒരു ടൈപ്പ് റോസാണ് പനിനീർ റോസ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസാണ് കേട്ടോ. നല്ല വൈറ്റ് കമ്മൽ റോസാണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവുന്ന വൈറ്റ് കമ്മൽ റോസാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൻ്റെത്. അടുത്തതായിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന മിനിയേച്ചർ ഓറഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ്. ഓൺ റൂട്ടഡ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റെറീന റോസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാനായിട്ട്. പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് സ്റ്റെറീന റോസാണ് നമ്മുടെ കോംബോയിൽ അടുത്തതായിട്ടുള്ളത്. അടുത്തത് പേപ്പർ റോസാണ് കേട്ടോ. വൈറ്റ് പേപ്പർ റോസ്. നമ്മുടെ കടലാസ് പോലെ ഇരിക്കുന്നത് കൊണ്ടാവണം ഇതിന് പേപ്പർ റോസ് എന്ന് പേര് വന്നേക്കുന്നത്. ഇതും കൊലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പാണ് കേട്ടോ. നല്ലതുപോലെ ഫ്ലവറിങ് ആവും, ഇങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കും. പിന്നെ പേപ്പർ റോസിൻ്റെ തന്നെ തൊട്ടടുത്ത ആളാണ് പിങ്ക് സമ്മർ സ്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് പേപ്പർ റോസ്, പിങ്ക് അഹല്യ റോസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും ഓൺ റൂട്ടഡ് ആണ്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ. ഈ ഒരു മജന്ത ഷെയ്ഡിൽ മജന്തയും റെഡും കൂടെ മിക്സ് ആയിട്ടാണ് ഈ ഒരു ഫ്ലവറിൽ വരുന്നത്. നല്ലതുപോലെ തന്നെ പൂക്കൾ പിടിക്കുകയും ചെയ്യും. കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും. പക്ഷേ അത്യാവശ്യം മുള്ളുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇല്ല നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്നത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുങ്കുമത്തിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇതളുകളോട് കൂടെയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ്, 10 പ്ലാന്റ്സാണ് നമ്മുടെ കോംബോയിലുള്ളത്. കോംബോയുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഉടനെ തന്നെ വാട്സപ്പിൽ വരിക കേട്ടോ. കുറച്ച് പ്ലാൻ